Hi students, Cochin University of Science and Technology MSc Entrance Coaching video ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ കുറിച്ചിട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ട് ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഇവാലുവേറ്റ് ചെയ്യുക. ഡിറ്റർമിനൻറ്റ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെന്ത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നാണ്. ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ടാവും. എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് കാണാം. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലാംഡയിലുള്ള ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതൊരു 3x3 മെട്രിക്സ് ആണെങ്കിൽ ക്യൂബിക് ഇക്വേഷൻ ആയിരിക്കും. 2x2 മെട്രിക്സ് ആണെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ഇനി ആ രണ്ട് ഇക്വേഷൻസും കാണാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 2x2 മെട്രിക്സ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഷോർട്ട് കട്ട് മതി നമുക്ക്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണുന്നത് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. അപ്പോൾ ഒരു 2x2 മെട്രിക്സ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 2 1 5 8. ഇതാണ് മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ ആണ്. സം ഓഫ് മെയിൻ ഡയഗണൽ ആണ് ട്രേസ് എന്ന് പറയുന്നത്. ഇത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 2 + 8 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസി ആയിട്ട് കാണാൻ പറ്റും. 8 × 2 16 മൈനസ് 5 ആണ്. അപ്പോൾ 11 വരും. 16 മൈനസ് 5 11 അത് ഈക്വൽ ടു 0. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാൻ പറ്റും. ഇനി 3x3 മെട്രിക്സ് ആണെങ്കിൽ ആ ഫോർമുല കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യും. എന്താണ്? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ. അതുവരെ നേരത്തെ ഇവിടെ ട്രേസ് തന്നെയാണ്, പക്ഷേ ലാംഡയാണ്. അപ്പോൾ ഇവിടെ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് ഇവിടെ M11 M22 M33 ഇൻറ്റു ലാംഡ എന്നാണ് പറയുന്നത്. അതായത് മൈനർ അലോങ് സം ഓഫ് ദി മൈനർ അലോങ് ദ ഡയഗണൽ എന്നാണ് പറയുന്നത്. സം ഓഫ് ദി മൈനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു വാല്യൂ A11 എന്ന് പറയുന്നതിൻ്റെ മൈനർ കാണാം. മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ റോയും ഈ കോളും ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂവിനാണ് നമ്മൾ M11 എന്ന് പറയും. ഇനി അതേപോലെ M22 എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻ്റ് എടുക്കുക. അപ്പോൾ ഈ കോളും ഈ റോയും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി വരുന്ന ഈ 4 എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് M22 എന്ന് പറയുന്നത്. അതേപോലെ M33 എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റിൻ്റെ മൈനറാണ് വരിക. മൈനർ എന്ന് പറഞ്ഞാൽ ഈ റോയും ഈ കോളും ഒഴിവാക്കിയിട്ട് ഈ ഒരു മെട്രിക്സ് 2x2 മെട്രിക്സിൻ്റെ മൈനർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് എന്ത് M33 എന്ന് പറയുന്നത് ഇൻറ്റു ലാംഡ മൈനസ് ഈ മെട്രിക്സിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് എന്ത് ഈ 2x2ലും 3x3ലും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ. ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ മെയിൻ ഡയഗണൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 3 + 2 5 ആണ്. പ്ലസ് മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1 ആണ്. -1 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് M11 എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റിൻ്റെ മൈനർ വാല്യൂ. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റോയും ഈ കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ഇൻറ്റു M11 നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ കണ്ടു നോക്കാം. M11 എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു -12 മൈനസ് ഇവിടെ 0 ആണ്. അപ്പോൾ -12 എന്ന്. M22 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഈ എലമെൻ്റ് ആണ്. ഈ എലമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് കോളും റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാണ് മെട്രിക്സ് വരിക. അപ്പോൾ എന്ത് വരും? -18 മൈനസ് ഇവിടെ എന്ത് വരും? എഗെയിൻ -18 ആണ്. അപ്പോൾ +18 ആവും. 0 എന്ന് വരും. M33 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് ഈ ഒരു എലമെൻ്റ് ആണ്. ഈ കോളും ഈ റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ 6 - 0 എന്ന് പറയുമ്പോൾ 6 ആണ് വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? -12
ഇതിൻ്റെ സമ്മാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -6 ഇൻറ്റു ലാംഡ. ഓക്കെ, ഇനി ആരുണ്ട്? മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് വാല്യൂ. ഡിറ്റർമിനന്റ് ഓഫ് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 3 ഇൻറ്റു നമ്മൾ ഇതിന്റെ മൈനർ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെന്താണ്? -12 ആണ്. ഓക്കെ, പ്ലസ് 6 ഇൻറ്റു എന്താണ്? ഈ കോളും ഈ റോ ഒഴിവാക്കി കഴിഞ്ഞാൽ 0 0 ആണ്. ഇവിടെ എന്ത് വരും? 0 എന്ന് വരും. പ്ലസ്, സോറി ഇവിടെ മൈനസ് ആണ്, പ്ലസ് അല്ല, മൈനസ്. അത് കുഴപ്പമൊന്നുമില്ല, 0 ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇനി എന്താണ്? പ്ലസ്, ഇവിടെ 6 ആണ് വരിക. 6 ഇൻറ്റു എന്ത് വരും? ഇത് ഒഴിവാക്കിയാൽ 0 0 മൈനസ് ഇവിടെ എന്താ വരിക? -6 എന്ന് പറഞ്ഞാൽ +6. ഓക്കെ, ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ -36. പിന്നെ എന്ത് വരും? ഇത് 0 ആണ്. ഇവിടെ എന്ത് വരും? +36 + 0 ആണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ. ഇവിടെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്, ഈക്വൽ ടു 0 എന്ന് വരും. എന്ത് വരും? ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ -6 ലാംഡ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഫോമാറ്റിൽ എന്തല്ല, ഈ ഫോമാറ്റിലല്ല ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ ഏതാണ് കിട്ടുക എന്നുള്ളത് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് മനസ്സിലാവും, ഇത് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ ക്യൂബ് 3 ലാംഡ സ്ക്വയർ -2 ലാംഡ സ്ക്വയർ എന്ത് വരും? പ്ലസ് ലാംഡ സ്ക്വയർ, പിന്നെ എന്താണ്? 6 ലാംഡ എന്നുണ്ട്. നമ്മളുടെ ആൻസർ എന്താണ്? ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് 2x2 മെട്രിക്സിന് ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതുപോലെ 3x3 മെട്രിക്സ് വരുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതുപോലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ട് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. അതുപോലെ ഇതുപോലെ കൊടുത്ത ഒരു ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് വരിക എന്നുള്ള ഡയറക്റ്റ് ഡെഫിനിഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ കുറിച്ച് നമ്മൾ അറിയാം. കൂടുതൽ ക്വസ്റ്റ്യൻസിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലായി, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ സൊല്യൂഷനാണ് ഏഗൻ വാല്യൂസ്. അതുപയോഗിച്ച് ഏഗൻ വെക്ടർ, ഓരോ ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഏഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഏഗൻ വാല്യൂസിനും ഏഗൻ വെക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ